ജൂൺ 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം. എന്നാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടതില്ലെന്ന നിലപാടാണ് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾക്കുള്ളത്. ഇത്തവണ ബി.ജെ.പി. അധികാരത്തിലേറിയതിന് പിന്നാലെ കേന്ദ്ര സ്ഥാനങ്ങളിലെല്ലാം, അതായത് പ്രധാന സ്ഥാനങ്ങളിലെല്ലാം വന്നത് ബി.ജെ.പി. നേതാക്കൾ തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ കുതന്ത്രങ്ങൾ ഒന്നും നടക്കില്ല എന്നാണ് മോദി പറയുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. സ്പീക്കർ സ്ഥാനത്തേക്ക് ടി.ഡി.പി. സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കും എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യ നിലപാട് നടക്കില്ല. കാരണം ബി.ജെ.പി. എല്ലാ മുതിർന്ന അല്ലെങ്കിൽ നേതൃസ്ഥാനങ്ങളിലും മെയിൻ ആയിട്ടുള്ള പ്രതിരോധം, ആഭ്യന്തരം, അങ്ങനെ തുടങ്ങിയ എല്ലാ മെയിൻ പൊസിഷൻസിലും ബി.ജെ.പി. പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ ടി.ഡി.പിയിലുള്ളവരെയും അല്ലെങ്കിൽ മറ്റ് ഇവരുടെ സഖ്യത്തിലുള്ള പാർട്ടികളിലെ ആരെയും ഉൾപ്പെടുത്താൻ ബി.ജെ.പി. ഇതുവരെയും ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സ്ഥാനങ്ങൾ കൊടുത്തിട്ടുമില്ല. അത്തരമൊരു സാഹസം ടി.ഡി.പി. കാട്ടിയാൽ അവരെ എൻ.ഡി.എയിൽ നിന്ന് ബി.ജെ.പി. പുറത്താക്കും. നിലവിൽ ജെ.ഡി.യു സ്പീക്കർ സ്ഥാനത്തേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലോക്സഭയിൽ 4 അംഗങ്ങളുള്ള ടി.ഡി.പിയുടെ പ്രധാന ശത്രുവായ വൈ.എസ്.ആർ. കോൺഗ്രസും ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ലോക്സഭയിൽ 4-ഉം രാജ്യസഭയിൽ 11 എം.പിമാരുള്ള വൈ.എസ്.ആർ. കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ഹോട്ട് ലൈൻ ബി.ജെ.പി. നിലനിർത്തിയിരിക്കുന്നത് ടി.ഡി.പിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ്. സ്പീക്കർ സ്ഥാനത്ത് ബി.ജെ.പി. പ്രതിനിധി വന്നാൽ ടി.ഡി.പിയെയും ജെ.ഡി.യുവിനെയും പിളർത്തുമെന്നാണ് ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇതിനേക്കാൾ പ്രതിപക്ഷ സഖ്യം ഭയക്കുന്നത് സ്പീക്കർ സ്ഥാനത്ത് ബി.ജെ.പി. നേതാവ് വന്നാൽ പ്രതിപക്ഷ പാർട്ടികളെ ബി.ജെ.പി. ലക്ഷ്യമിടും എന്നതാണ്. ഇ.ഡിയും സി.ബി.ഐയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പി. മന്ത്രിമാരുടെ കീഴിലായതിനാൽ ഇതിനുള്ള സാധ്യതയും കൂടുതലാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളിലെ എം.പിമാരെ വലവീശി പിടിക്കാൻ ബി.ജെ.പി. എല്ലാ ശ്രമവും നടത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. ആദ്യഘട്ടത്തിൽ ടി.ഡി.പി, ജെ.ഡി.യു പാർട്ടികളെ ബി.ജെ.പി. ലക്ഷ്യമിടില്ല എങ്കിൽ പോലും ഈ പാർട്ടികൾ മുന്നണി വിടാൻ തീരുമാനിച്ചാൽ പിളർത്താനുള്ള സാധ്യത കൂടുതലാണ്. യഥാർത്ഥത്തിൽ ടി.ഡി.പിയും ജെ.ഡി.യുവും മുന്നണി വിട്ടാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു ഭീഷണിയുമില്ല. ആ ഒരു ധൈര്യം തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദിക്കുള്ളത്. അതിനുള്ള മുൻകരുതൽ ഇതിനകം തന്നെ മോദി ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. അതേസമയം ടി.ഡി.പി, ജെ.ഡി.യു എം.പിമാർക്ക് ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അല്ലെങ്കിൽ അവർക്കുള്ള പിന്തുണ പിൻവലിക്കാൻ ഒരു ഭയവും ഉണ്ട്. കാരണം കേന്ദ്ര ഏജൻസികളെല്ലാം ഇന്ന് ബി.ജെ.പിക്കൊപ്പമായതുകൊണ്ട് ഇവര് പണി കൊടുക്കുമോ അല്ലെങ്കിൽ കുരുക്ക് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു സംഭവം ഇവർക്ക് ആശങ്കയുണ്ട്. മുൻപ് ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കാൻ നീക്കം ഊർജിതമാക്കിയപ്പോൾ ആ സഖ്യത്തിൽ ചേരരുത് എന്ന ശക്തമായ നിലപാടും ഈ പാർട്ടികളിലെ ഒരു വിഭാഗം എം.പിമാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളും താല്പര്യങ്ങളും നയിക്കുന്ന പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ ഭരണം 6 മാസത്തിനപ്പുറം ഒന്നും പോവത്തില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ഒറ്റക്കെട്ടായി ഉയർത്തിക്കാട്ടാനില്ലാത്ത ഇന്ത്യ മുന്നണിയിൽ ചേരുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായിരിക്കും എന്ന മുന്നറിയിപ്പ് ജെ.ഡി.യു, ടി.ഡി.പി എം.പിമാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ വികാരം കൂടി പരിഗണിച്ചാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയോട് നോ പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കുതന്ത്രങ്ങളും അല്ലെങ്കിൽ തന്ത്രങ്ങളും നടക്കില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പോക്ക്. തുടക്കം മുതൽ തന്നെ സ്പീക്കർ സ്ഥാനം എന്തായാലും വിട്ടുകൊടുക്കില്ല. ഇനി ജെ.ഡി.യു അല്ലെങ്കിൽ ടി.ഡി.പി സഖ്യം എങ്ങനെ പിന്മാറാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്ത് വെല്ലുവിളി അല്ലെങ്കിൽ എന്ത് ഭീഷണി ഉയർത്താൻ ശ്രമിച്ചാലും അതിനെ മോദി സർക്കാർ നേരിടും എന്ന കാര്യത്തിൽ നരേന്ദ്രമോദി ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു. ഈ സഖ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് പിന്തുണ നൽകി എന്ന പേരിൽ ആരുടെയും ഭീഷണിയോ വെല്ലുവിളികളോ അല്ലെങ്കിൽ അവര് പിന്മാറും അല്ലെങ്കിൽ പിൻവലിക്കും എന്നുള്ള ഒരു ഭീഷണികളും തങ്ങളുടെ അടുത്ത് വില പോവില്ല എന്ന് മോദി ആദ്യം തന്നെ പറഞ്ഞിരുന്നു.